സന്ദീപ് വാര്യരെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക നിലവാര പട്ടികകളിൽ രാജ്യം മുന്നോട്ടു പോവുകയാണെന്നും കണ്ണാടിയിലെ LDF തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത പിണറായി പറഞ്ഞു. സന്ദീപിന്റെ മുൻകാല പ്രവൃത്തികൾ അറിയാത്തവരല്ല മുസ്ലിം വിഭാഗവും ലീഗ് പ്രവർത്തകരും. ബാബറി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് ലീഗും കോൺഗ്രസും തമ്മിലുണ്ടായ അകൽച്ച എന്തിനായിരുന്നെന്ന് ചിന്തിക്കണം. ആ കെട്ടിടം തകർക്കുന്നതിന്, ബാബറി മസ്ജിദ് പൂർണ്ണമായും തകർക്കുന്നതിന് ആവശ്യമായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റുകളായിരുന്നു. സ്വാഭാവികമായും വലിയ പ്രതിഷേധം മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ഉണ്ടായി. നമ്മുടെ മതന്യൂനപക്ഷ വിഭാഗത്തിലും പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിലും ഒരു ആരാധനാലയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത് തകർത്തതിൻ്റെതായ ശക്തമായ വികാരം ഉയർന്നു വന്നു. അതിന് കൂട്ടുനിന്ന കോൺഗ്രസിനും കോൺഗ്രസ് സർക്കാരിനുമെതിരായ വികാരവും ശക്തമായി ഉയർന്നു വന്നു. രാജ്യത്ത് വികസന പുരോഗമനം കൈവരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. സമാധാന സൂചികയിലും ദാരിദ്ര്യ സൂചികയിലും രാജ്യം പിന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ വികസനത്തിന് വിഘാതം നിൽക്കുന്ന കാര്യങ്ങളാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടാവുന്നതെന്നും പിണറായി പറഞ്ഞു. CPI ദേശീയ സമിതി അംഗങ്ങളായ പന്ന്യൻ രവീന്ദ്രൻ, KP രാജേന്ദ്രൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, LDF നേതാക്കളായ EN സുരേഷ് ബാബു, KP സുരേഷ് രാജ്, മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടി, MP രാജേഷ്, സ്ഥാനാർത്ഥി സരിൻ എന്നിവർ സംസാരിച്ചു. അമ്മമാർക്കറിയാം നമ്മുടെ ചിഹ്നെങ്ങനെ നമ്മൾ പറയാറ്, ഡോക്ടറല്ല, ഞങ്ങളെങ്ങനെയല്ല പറയാറ്, അത് കുട്ടികളുടെ ഭാഷയാണ്. ഡോക്ടറുടെ കഴുത്തിൽ തൂക്കണ കൊള്ളന് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായി ആ ഒരു ചിഹ്നത്തിന് ഒരു നാട് മുഴുവൻ വോട്ട് ചെയ്ത് ഒരു നാടിന്റെ വിശ്വാസം, ആശ്വാസം ആ ചിഹ്നത്തിലൂടെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ട് എന്ന് പറഞ്ഞ് ആ വോട്ടിന്റെ വില കുറച്ച് കണ്ട കുറെ പേരുടെ ഉണ്ട്. ആ രണ്ട് കൂട്ടർക്കും ഓരോരുത്തരുടെയും വോട്ടിന്റെ വിലയെന്ന് പഠിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ ഉപതെരഞ്ഞെടുപ്പ് മാറുകയും പാലക്കാട് നിന്ന് നിയമസഭയിലെത്തേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം, നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നമ്മുടെ ചിഹ്നം ഡോക്ടർ കഴുത്തിലുള്ള കുഴലിന്റെ ചിഹ്നത്തിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.